ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റഡ്. സുഖമല്ലായിരിക്കും. ഞാൻ വന്നിരിക്കുന്നത് എന്നെ ഒന്ന് പരിചയപ്പെടുത്താനാട്ടോ. കുറച്ചാളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അല്ലേ, വീഡിയോ എല്ലാം കാണുമ്പോൾ ഇവളെ ഏതാന്ന്, എടിയാണ് ഇവളെ നാട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. എന്നാ ഒന്ന് പരിചയപ്പെട്ടാലോ. എൻ്റെ പേര് ദിവ്യ. ഞാൻ കണ്ണൂക്കര എന്ന് പറയുന്ന സ്ഥലത്താട്ടോ താമസിക്കുന്നത്. കണ്ണൂർ താണ കണ്ണൂക്കര എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ വീട്. അവിടെ ഇപ്പം താമസിക്കുന്നത്. ആദ്യം എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് രണ്ട് അനിയത്തിമാരാണ്. അച്ഛനും അമ്മയും മരണപ്പെട്ടു. ഇപ്പം ഞങ്ങൾ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുമാണ് കേട്ടോ. ഭർത്താവ് വിനായകൻ ഓട്ടോ ഡ്രൈവറാണ്. അതുപോലെ എനിക്ക് ഒരു മൂത്ത മോള് ഡിഗ്രി ഫൈനൽ ഇയറാണ് പഠിക്കുന്നത്. അതുപോലെ മോൻ +2 പഠിക്കുന്നു കേട്ടോ. പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഒരു 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ ഒന്ന് ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് വിനോദൻ്റെ പെങ്ങള് എന്നെ ഫ്രീ കോഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടാക്കിയതാണ് കേട്ടോ. വെറുതെ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയതാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സിന്. അങ്ങനെ ഫ്രീ ആയിട്ട് ഈ പഞ്ചായത്ത് വകയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഞാൻ പോയി ഫ്രീ കോഴ്സ് ഞാൻ പഠിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ അങ്ങനെ കൂടുതലായിട്ടൊന്നും പഠിപ്പിക്കൂല, ഫ്രീ ആണല്ലോ. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാനും ഒക്കെ കുറവാണ്. ചെയ്യാനൊക്കെ എന്താ പറയണ്ടേ, അങ്ങനെ ചെയ്ത് നോക്കാൻ അങ്ങനെ പറ്റൂല. ഫീസ് കൊടുത്ത് പഠിക്കുന്നതും ഫ്രീ ആയിട്ട് പഠിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമാണ് കേട്ടോ. അങ്ങനെ ഫ്രീ ആയിട്ട് പഠിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇതിൽ ഇൻട്രസ്റ്റ് തോന്നി. എന്നും കൂടുതലായിട്ട് എനിക്ക് അറിയണമെന്ന് തോന്നി. അങ്ങനെ വിനോദിനോട് പറഞ്ഞു. അങ്ങനെ വിനോദ് തന്നെ ഒരു കോഴ്സിന് കൊണ്ട് ചേർത്തു. പൈസ കൊടുത്തിട്ട് തന്നെയുള്ള ഫീസൊക്കെ കൊടുത്തിട്ടുള്ള ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ പഠിച്ചിറങ്ങിയത്. അവിടെ ചേർത്തു. അവിടുന്ന് അങ്ങനെ ഞാൻ ഒരു കൊല്ലത്തെ കോഴ്സാന്ന് തോന്നുന്നു. അങ്ങനെ അവിടുന്ന് പഠിച്ചു കഴിയുമ്പോൾ തന്നെ വിനോദൻ ആ സമയത്തൊക്കെ വിനോദൻ ഗ്യാസിൻ്റെ പണിയായിരുന്നു കേട്ടോ. ഗ്യാസ് ഡെലിവറി ചെയ്യില്ല. ആദ്യം ഞങ്ങൾ കല്യാണം കഴിയുന്ന സമയത്ത് വിനോദന് ഓട്ടോ വന്ന്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാസ് ഡെലിവറി ചെയ്യേണ്ട ജോലി കിട്ടി. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓർക്ക് അറിയുന്ന ഒരാൾ പാർലർ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കെയർ ഓഫിൽ എനിക്ക് അവിടെ ട്രെയിനി ആയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്തു. കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്ത് പിന്നെ അവിടെ തന്നെ ജോലിക്ക് കയറി. കുറച്ചേ നിന്നിട്ടുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ മോയെ എന്താ പറയണ്ട, കുറച്ച് കുരുത്തക്കേടുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് വിനോദം പറഞ്ഞ് കുറച്ച് 1-2 കൊല്ലമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തതാണ് പോയോണ്ടിരുന്നത്. അപ്പോൾ വിനോദം പറഞ്ഞു നിർത്തിക്കോളെ. അങ്ങനെ ഞാൻ നിർത്തി. പിന്നെ ആ ടച്ച് അങ്ങ് വിട്ടുപോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഓരോന്നിൽ പറയുമ്പോൾ ഈ പാർലറിൽ എന്ന് പറഞ്ഞിട്ട് വന്നു പോകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പാർലറിൽ കുറച്ച് കാലം ജോലി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പാർലർ എന്ന് ഓരോ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നല്ലേ. അതുകൊണ്ടാണ് ഞാൻ പഠിച്ചത് അതുപോലത്തെ കോഴ്സാണല്ലോ, അതാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വിശേഷം. ഇപ്പം നമ്മൾ എൻ്റെ വീട്, പണ്ടത്തെ വീട് എന്ന് പറയുന്നത് ആദ്യം ഒരു ഓടിട്ട വീടായിരുന്നു കേട്ടോ. ചെറിയ ഞങ്ങൾ അമ്മയും അച്ഛനും അനിയത്തിമാരും എല്ലാം താമസിച്ചത്. എൻ്റെ കല്യാണവും നമ്മളെ 3 പേരെ കല്യാണം അവിടെ തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞത് കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ഒരു വയൽ പ്രദേശമായിരുന്നു. വയലായതുകൊണ്ട് ചുറ്റും വെള്ളം. പിന്നെ ഞങ്ങളെ വീടിൻ്റെ ഉള്ളിലൊന്നും ആദ്യമൊന്നും കയറലുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഉള്ളിൽ കയറാൻ തുടങ്ങി. വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്യുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ആ വീട് പൊളിച്ച് ഇപ്പോൾ എന്താ പറയണ്ട, പൊളിച്ചിട്ട് അനിയത്തി തൊട്ടപ്പുറം തന്നെ താമസിക്കുന്നുണ്ട്. വേറൊരു അനിയത്തി വേറെ കുറച്ച് ദൂരെയാണ്, കുറച്ച് ദൂരം, ഒരു മുണ്ടയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് പൊളിച്ച് കഴിഞ്ഞ് ഇപ്പം നമ്മളൊരു ഷെഡിലാണ് കേട്ടോ താമസിക്കുന്നത്. അതാണ് എൻ്റെ വീടൊന്നും കാണാത്തത്. നിങ്ങൾ വീട് ആയിട്ടുള്ള ഇത് ഓരോ ജനലിൻ്റെ അടുത്തും ആടിയിടിയിൽ ഇരുന്നിട്ടുള്ള ഇതായിരിക്കുമല്ലോ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ വീഡിയോ. അതാണ് നമ്മളൊരു ഷെഡിൽ ചെറിയൊരു ജനലും അങ്ങനെയൊന്നും ഇല്ലാതൊരു എന്താ പറയണ്ടേ, ഓടിട്ട വീട് പൊളിച്ച ആ ഓടന്നെ വെച്ചിട്ട് ഓടും ആടിയുള്ള ബാക്കി വരുന്ന കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷെഡ്, അങ്ങനെയുള്ള ഒരു ഷെഡിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അതാണ് അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയാത്തത്. വെളിച്ചമില്ല അവിടെ നിന്ന് എടുക്കുമ്പോൾ. പിന്നെ അപ്പം അനിയത്തിൻ്റെ വീടിൻ്റെ വർക്ക് ഏരിയയിൽ ഞാൻ ഗ്യാസ് വെച്ചിട്ട് അവിടെ നിന്നാണ് പാചകമെല്ലാം ചെയ്യുന്നത് കേട്ടോ. അവരെ വർക്ക് ഏരിയ നമുക്ക് വിട്ടു തന്നെ അവിടുന്ന് പാചകം ചെയ്യും. എന്നിട്ട് ഷെഡിൽ വന്നിട്ട് നമ്മൾ കിടക്കും, അങ്ങനെ ചെയ്യാം. അതാണ് എനിക്ക് എന്താ പറയണ്ടേ, പാചകമൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തത് അതുകൊണ്ട് കേട്ടോ. വഴിയെ ഞാൻ അതൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. പിന്നെന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കും കേട്ടോ. വേറെ നാളെ നല്ലൊരു വീഡിയോ വരുന്നത് വരെ ബൈ.